പ്രൊഡക്റ്റീവ് ഡേ ആണ് ഗായ്സ്. ഇന്ന് നമുക്ക് വീട് ക്ലീൻ ചെയ്യാം, പിന്നെ കുറച്ച് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യാം, പിന്നെ കുറച്ച് ഫുഡൊക്കെ വെക്കാം, പിന്നെ കുറച്ച് ക്രാഫ്റ്റ്, കുറച്ച് ജേർണലിങ്, അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെയും കാണാൻ നോക്കുക, മാക്സിമം കാണാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വർഷത്തിലെ പുതിയ മാസം പിറന്നു, ജൂണായി. അങ്ങനെ സ്കൂളിലൊക്കെ തുറന്ന് പിള്ളേർ സ്കൂളിലൊക്കെ പോകാനുള്ള തിരക്കും ബഹളമൊക്കെ ആയിട്ടുണ്ടാകും എല്ലാ വീടുകളിലും. അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ ഒരു പ്ലാനറിൽ പ്ലാൻ ചെയ്ത് വെക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം ഒന്ന് പ്ലാനറിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പണി ചെയ്യാൻ ഇറങ്ങിയാൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമുക്കത് ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഒരു കണക്കുകൂട്ടലും ഉണ്ടാകും. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരാളുടെ ഇരിപ്പ് കണ്ടു. അവൻ്റെ ചെയറാണത്. ചെടിച്ചട്ടിയുടെ പൊക്കത്തിൽ അവൻ ഇരിക്കും. അവൻ്റെ കസേരയത്. പിന്നെ നോക്കിയപ്പോൾ വീടെല്ലാം ഭയങ്കര അലങ്കോലമായി കിടക്കുകയാണ്. തുണികൾ കുറേ കഴുകാനുണ്ട്, മടക്കാനുണ്ട്, ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പീരീഡ്സും പിന്നെ അല്ലാണ്ടുള്ള വയ്യായ്കകളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഒന്നും ചെയ്യാണ്ടൊക്കെ ഇട്ടേക്കണായിരുന്നു. അപ്പം നമുക്കിതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ക്ലീനിങ്, ഹെയർ കെയർ, സ്കിൻ കെയർ, കുക്കിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടികളിൽ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു സമാധാനമായി, സന്തോഷമായി. ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് ഫസ്റ്റ് കടമ്പ കഴിഞ്ഞു. പ്ലാനറിൽ ഞാൻ എഴുതി വെച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു. ഹൗസ് ക്ലീനിങ്ങിൽ ആദ്യത്തെ പരിപാടിയാണ് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുക. പിന്നെ ഇതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. കഴുകാനുള്ള ഡ്രസ്സുകൾ മാറ്റി വെക്കണം. പിന്നെ കഴുകാനുള്ള ഡ്രസ്സുകൾ മാറ്റി വെക്കണം, അലക്കി വെച്ചേക്കുന്ന ഡ്രസ്സുകൾ മടക്കി വെക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ അടുത്ത ടാസ്ക്. അപ്പോൾ ഞാൻ കഴുകാനുള്ളതെല്ലാം ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പം കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഈ കസേരകളെല്ലാം ഈ റൂമിൽ ഇട്ടേക്കണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിന് ഈ കസേരയിൽ കയറി അതിൻ്റെ പൊക്കത്തിൽ കൂടെ മേശയിൽ കയറി അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിടല പരിപാടി. അപ്പം ഞാൻ ഈ ഡൈനിങ് ഏരിയയിൽ മണി പ്ലാന്റൊക്കെ കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം തട്ടിമറിച്ചിടലാണ് ഇവൻ്റെ പരിപാടി. അപ്പം അതുകൊണ്ടിട്ടാണ് അതൊക്കെ കസേരയ്ക്കല്ല ആ റൂമിൽ വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ മെഷീൻ ആ റൂമിലായിരുന്നു. ഞാൻ മെഷീൻ തിരിച്ചെടുത്ത്. മെഷീൻ കുറച്ച് കംപ്ലൈൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ശരിയാക്കിയതിൻ്റെ സന്തോഷമാണ് നിങ്ങളാ കാണുന്നത്. പിന്നെ അടുത്തതാണ് ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദിവസമായ ബെഡ്ഷീറ്റ് ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ച്. അപ്പോൾ തന്നെ റൂമൊന്ന് ഇതാകും, റൂമൊന്ന് നല്ല ഭംഗിയാകും ബെഡ്ഷീറ്റൊക്കെ മാറ്റി വരുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഒരു സന്തോഷവും സമാധാനവും ആ റൂമിൽ കയറുമ്പോൾ തന്നെ കിട്ടും. പിന്നെ അവിടുത്തെ ചപ്പും ചവറും എല്ലാം ക്ലീൻ ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഈ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിരുന്ന് ഭയങ്കര പണിയാണ്. അടിച്ചു വാരാൻ സമ്മതിക്കില്ല. അടിച്ചു വാരുന്ന സമയത്ത് ആ ചൂലിലൊക്കെ കയറി പിടിക്കും, പിന്നെ ചൂലിൽ നിന്ന് വിടത്തില്ല. അങ്ങനെയൊക്കെയാണ്, കുരുത്തക്കേടാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ അവനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്, അവനിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. അല്ലെങ്കിൽ പാവമല്ലേ, എന്നിട്ടും എൻ്റെ ഭക്ഷണത്തിന് നോക്കിയിരിക്കണമായിരുന്നു. എൻ്റെ ഭക്ഷണത്തിൽ മുട്ടയുണ്ടല്ലോ, അവനിക്കാണെങ്കിൽ വലിയ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നത് അതൊന്നും പറ്റത്തില്ല. ഞാൻ തിന്നുന്നത് തന്നെ അവനിക്കും വേണം. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. അപ്പം ആ പരിപാടികളിലേക്ക് കടന്ന്. ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാള ഞാൻ മുളിയാറ് വെക്കാം, അതായത് മുളക് ചാറ് വെക്കാമെന്ന് കരുതിയിട്ട് ആ പരിപാടിയിലായിരുന്നു ഞാൻ. അങ്ങനെ വേഗം തന്നെ കുക്കിംഗ് പരിപാടികൾ ആരംഭിച്ചു. അങ്ങനെ ഞാൻ കറി റെഡിയാക്കി. ഞാൻ കറി റെഡിയാക്കി.
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇക്കാക്ക കൂടെ തന്നെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളിനെ വഴി വരുള്ളൂ. ഇപ്പോൾ പശുക്കാക്ക വർക്കിന് പോയി തുടങ്ങി. പിന്നെ എൻ്റെ സ്കിൻ കെയർ ആയിരുന്നു. സ്കിൻ കെയർ കഴിഞ്ഞ് ഈ ഒരു കോലം എത്തിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്നെ കണ്ണാടി കാണുമ്പോൾ പേടിയാവാൻ തുടങ്ങി. ഇത് പോരാണ്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോഴുള്ള ആ ഒരു ഫേസ് കണ്ടപ്പോൾ എനിക്ക് അതിലും പേടിയായി. ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ പോയി കുളിച്ച്, അപ്പം തന്നെ ഓടിപ്പോയി കുളിച്ച് വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ച്. കുറേ വിശന്നായിരുന്നു എനിക്ക്. അപ്പോൾ വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, താഴത്ത് പോയാണ് കഴിച്ചത്. ഉമ്മീൻ്റെ അടുത്ത് പോയിട്ടാണ് കഴിച്ചത്. സ്വന്തം വീട്ടിൽ ഭക്ഷണം വെച്ചാലും ഉമ്മീൻ്റെ അവിടെ പോയി കഴിക്കണമെന്നാണല്ലോ. അങ്ങനെ ഉമ്മീൻ്റെ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കലാപരിപാടി. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ജേർണൽ ചെയ്ത്, പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ്. അപ്പം ജേർണൽ വീഡിയോയും ക്രാഫ്റ്റ് വീഡിയോയും ഞാൻ പതിയെ ഇതിൻ്റെ പുറകെ ഇടാം. പിന്നെ ഞാൻ ചായ കുടിച്ചു, അവലൂഷുണ്ട കഴിച്ചു. അവലൂഷുണ്ട ഇവിടെ പറയണത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവലൂഷുണ്ട എന്നാണ് പറയുന്നത്. അരിയുണ്ടാന്നോ എന്ത് അറിയത്തില്ല. പിന്നെ അവലൂസുണ്ടയും ചായയും കഴിച്ചു. രാത്രി ആയപ്പോൾ ഇക്കാക്ക വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴ. ഞങ്ങൾ മീൻ വാങ്ങാനൊക്കെ തോപ്പുംപടി പോയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.